ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടന്നു. സ്റ്റാലിനും DKയും പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും ഒക്കെയായി. ആ സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം ചെന്നൈയിലൊരു മഹാസമ്മേളനം ഈ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഒക്കെ പങ്കെടുത്തതാണ്. അതിൽ മമത ഒഴിച്ച് NDAയിലെ മുഖ്യമന്ത്രിമാർ പിണറായി വിജയനടക്കം പങ്കെടുത്തു. സ്റ്റാലിനായിരുന്നു ആ യോഗം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാവരെയും ക്ഷണിച്ച് അവിടെ നടത്തിയത്. അവരുടെ മുഖ്യമായ ആവശ്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ 2026 ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടത്തണം എന്ന ആലോചനയിലും അതിനുള്ള പ്രവർത്തന നീക്കത്തിലുമാണ്. അപ്പോൾ അത് ഇനി ഒരു 25 വർഷത്തേക്കും കൂടി മരവിപ്പിച്ച് വെക്കണം എന്നാണ് ഇവരുടെ യോഗത്തിൻ്റെ അന്തിമ തീരുമാനം. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കും എന്ന് തീരുമാനിച്ചാൽ അവർ പിരിഞ്ഞത്. എന്തുകൊണ്ട് മണ്ഡല പുനർനിർണയം പാടില്ല? ഈ ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലമായാലും നിയമസഭാ മണ്ഡലമൊക്കെ ഉണ്ടാക്കുന്നത് ജനസംഖ്യയുടെ തോതനുസരിച്ചാണ്. നമ്മളുടെ ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്ന 82-ാം വകുപ്പ് ആർട്ടിക്കിൾ 82 പ്രകാരമാണ് ഈ നിയോജക മണ്ഡല പുനർനിർണയം നടക്കുന്നത്. അങ്ങനെ ലോക്സഭാ മണ്ഡല പുനർനിർണയം നടന്നിട്ടിപ്പോൾ അരനൂറ്റാണ്ടിലേറെയായി. 71 ജനസംഖ്യ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പുനർനിർണയമാണ് ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ 54 വർഷമായി. അപ്പോൾ അത് പിന്നീട് പുനർനിർണയം ചെയ്യേണ്ട ഘട്ടം ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥയുടെ കാലത്ത് മരവിപ്പിച്ചു, നടത്തിയില്ല. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം നിശ്ചലമായ കാലമാണ്, പത്രസ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കാലം. അന്ന് പാർലമെൻ്റ് ഇല്ല. അങ്ങനെ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി 25 വർഷത്തേക്ക് അത് മരവിപ്പിച്ചു. അതിനന്ന് അവർ പറഞ്ഞിരുന്ന ന്യായം ജനസംഖ്യ നിയന്ത്രണത്തിനുള്ള കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്താന നിയന്ത്രണം. അപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി തൽക്കാലം ഇത് 25 വർഷത്തേക്ക് മരവിപ്പിക്കുന്നു എന്നാണ്. അതിൻ്റെ കാലാവധിയും 2001 കഴിഞ്ഞു. അപ്പോൾ 2001 വാജ്പേയി ഗവൺമെൻറ് വീണ്ടും ഒരു 25 വർഷത്തേക്ക് കൂടി മരവിപ്പിച്ചു. അതിൻ്റെ കാലാവധിയാണ് അടുത്ത വർഷം അവസാനിക്കുന്നത്. അപ്പോൾ ഈ 2 മരവിപ്പിൽ ഈ മണ്ഡല പുനർനിർണയം നിശ്ചലമായിരിക്കുകയാണ്. നിലവിലുള്ള 545 നിയോജക മണ്ഡലങ്ങൾ ലോക്സഭയിലെ, അത് 54 വർഷങ്ങൾക്ക് മുമ്പുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. അതിനുശേഷം ജനസംഖ്യയിൽ ഇന്ത്യയിൽ എന്ത് വലിയ വർധന ഉണ്ടായി. സന്താന നിയന്ത്രണങ്ങളൊക്കെ വന്നെങ്കിലും കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ജനസംഖ്യ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിനെ എതിർക്കുന്നതിൻ്റെ ന്യായം എന്താണ്? ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഈ ഫാമിലി പ്ലാനിങ് വളരെ ഫലപ്രദമായി നടപ്പാക്കി. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകും. നേരെ മറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത തീവ്ര നയമായിരുന്നു ജനസംഖ്യാ നിയന്ത്രണം. അത് ഇതിൽ വേണ്ട പോലെ ഫലപ്രദമായി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. കൂടുതൽ മണ്ഡലങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങൾ വരും. ഇവരുടെ കണക്ക് പ്രകാരം ഒരു 47% നിലവിലുള്ളതിൽ കൂടും എന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ നഷ്ടം വരുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കേരളം അടക്കമുള്ള എല്ലാ സ്റ്റേറ്റിലും ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കർശനമായി നടപ്പാക്കി ഒരു മാതൃകാ ഫാമിലി പ്ലാനിങ് നടപ്പാക്കിയ സ്റ്റേറ്റിൽ 1-ാം സ്ഥാനത്ത് വരുന്നതാണ് കേരളം. പക്ഷേ കേരളത്തിലും ജനസംഖ്യ കൂടിയിട്ടുണ്ട്. 71 ജനസംഖ്യ അല്ല ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യ. ഇപ്പോൾ 3.5 കോടിയില്ലാതെ 3.25 കോടിയോളം ജനങ്ങളുള്ള കേരളത്തിൽ 71 എത്രയോ കൂടിയിരിക്കുന്നു. അപ്പം സ്വാഭാവികമായും കേരളത്തിലെയും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. ഇത്ര ലക്ഷം ജനങ്ങൾക്ക് ഒരു മണ്ഡലം എന്ന കണക്കിലാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ജനസംഖ്യാ നിരക്കനുസരിച്ച് ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം ഈ 545 നിന്നും അത് 750 വരും. അതാണ് നിലവിലുള്ള ഇന്ത്യയിലെ ജനസംഖ്യ അനുസരിച്ച്. അപ്പോൾ അതിൽ ഈ 750 അംഗങ്ങളിൽ കൂടുതൽ പേരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നോർത്ത്
സംസ്ഥാനങ്ങളിലായിരിക്കും, വടക്കേ ഇന്ത്യയിലായിരിക്കും. അത് ഇന്നത്തെ നിലവിലുള്ള രാഷ്ട്രീയ പരിസ്ഥിതി അനുസരിച്ച് അത് ബി ജെ പിക്ക് ഗുണകരമായി തീരും. സൗത്ത് ഇന്ത്യ പ്രായണ ബി ജെ പിക്ക് സ്വാധീനം കുറഞ്ഞ, താരതമ്യേന കുറഞ്ഞ സംസ്ഥാനങ്ങളാണ്, അവിടെ കുറയുകയും ചെയ്യും. ഈ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇപ്പോൾ ഇതിനെ എതിർക്കാനുള്ള മുഖ്യമായ കാരണം. അല്ലാതെ അതിന് അടിസ്ഥാനപരമായി യാതൊരു കാരണവുമില്ല. അതിന് പറയുന്നത് ഫെഡറൽ അതോറിറ്റേറിയനിസം എന്നാണ്. സത്യത്തിൽ അതല്ല ഇതിൻ്റെ, അതൊരു രാഷ്ട്രീയ കുൽസിത ലക്ഷ്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്ന ആരെങ്കിലും ഈ പാർട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ, എതിർക്കുന്ന പാർട്ടികളുണ്ടെങ്കിൽ, അവർ വിചാരിക്കേണ്ടത് ജനസംഖ്യാനുപാതികമായി അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എണ്ണം ലോക്സഭയിലും നിയമസഭകളിലും കൂടണം, അല്ലേ? അത് ന്യായമാണ്. അപ്പോൾ 2 തവണയായി 25 വർഷം വീതം കൂടി ആവർത്തിച്ച് പിന്നെ മരവിപ്പിച്ചു വെച്ചതാണ് ഈ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം. അതിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ആ മരവിപ്പ് ഇനി തുടരാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു. ഇനി അതിനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് വേണ്ടത്. 2026 ഏതായാലും മണ്ഡല പുനർനിർണ്ണയ പ്രക്രിയ പൂർത്തിയാക്കണം. പുതിയ അംഗങ്ങളും കൂടുതൽ അംഗങ്ങളുമായിട്ട് പുതിയൊരു ലോക്സഭയാണ് പിന്നീട് നിലവിൽ വരേണ്ടത്. അതിനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ആവലാതിക്ക് അർത്ഥമില്ല. അവിടെയും ജനങ്ങൾ കൂടിയതുകൊണ്ട് അവിടുത്തെയും പാർലമെൻറ്റ് അംഗങ്ങളുടെ, അവിടെ നിന്നുമുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കൂടാം. കേരളമടക്കം ഇപ്പോൾ 20 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കേരളത്തിൽ ഇവിടുത്തെ ജനസംഖ്യ 71ലേക്കാൾ കൂടിയതുകൊണ്ട് ആനുപാതികമായി ഇവിടെയും വർദ്ധിക്കും. ഏതൊക്കെ എങ്ങനെയൊക്കെ ഏതെല്ലാം ഭാഗത്തു നിന്നുള്ളത് അത് കണക്കെടുക്കുമ്പോഴറിയാം. അപ്പോൾ പുതിയ ജനസംഖ്യാ നിരക്കനുസരിച്ച് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കേണ്ടത് ഒരു ജനാധിപത്യ ഭരണഘടനാവകാശമാണ്. ഈ ഡി കെ ശിവകുമാരൊക്കെ പങ്കെടുത്തു. പക്ഷേ ഡി കെ ശിവകുമാർ അമിത്ഷായുമൊക്കെ നല്ല ബന്ധത്തിലാണിപ്പോൾ. ഈ സംഗമം ഏൽക്കാതെ പോകുന്നത്, ആ സമ്മേളനം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴുള്ള പത്ര കട്ടിങ്സിൽ നിന്ന് ഡി കെ ശിവകുമാറിൻ്റെ മുഖം നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു താല്പര്യമില്ലാതെയാണ് മറ്റുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന ചിത്രം. അപ്പോൾ ഈ ബി ജെ പിയുമായുള്ള ബന്ധവും, പ്രത്യേകിച്ച് കുംഭമേളയിൽ പോയി ഇഷ ഫൗണ്ടേഷനിൽ പിന്നെ അമിത്ഷായുമായി ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ബി ജെ പി പറയുന്ന ഈ കാര്യങ്ങളോട് വിയോജിപ്പ് കാണിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ സ്റ്റാലിന് ചില രഹസ്യ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിമാരോട് വ്യക്തമായി പറയാത്ത ചില ദുരുദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ഈ ദക്ഷിണേന്ത്യൻ കോൺക്ലേവിനുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ ദിവസം ഒരു കൊളംബോ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്റ്റാലിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദ്രാവിഡ രാഷ്ട്ര നിർമ്മാണമാണ്. സൗത്ത് ഇന്ത്യ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക രാഷ്ട്രമാക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സ്റ്റാലിൻ എന്ന് കൊളംബോയിലെ സൺഡേ ടൈംസ് പത്രം കഴിഞ്ഞ ലക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതേപ്പറ്റി നമ്മൾ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് ഈ പങ്കെടുത്ത ഡി കെ ശിവകുമാർ അടക്കമുള്ള മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കർണാടകത്തിലെ, അദ്ദേഹവും മറ്റു നേതാക്കൾക്കും ആ കാര്യം അറിയാതിരിക്കുമോ? ഏതെങ്കിലും മാർഗത്തിൽ അവർക്ക് ഈ റിപ്പോർട്ട് കിട്ടത്തില്ലേ? പക്ഷേ ആ ലക്ഷ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ ഒരു വെട്ടിൽ വീണിരിക്കുകയാണ് ഇവരൊരു പക്ഷേ. അതുകൊണ്ട് തക്ക സമയം വരുമ്പോൾ കാര്യം എല്ലാവരും കൂടി 25 വർഷം നീട്ടിവെക്കണമെന്നൊരു പ്രമേയം പാസ്സാക്കി പിരിഞ്ഞെങ്കിലും അതിനോട് ആത്മാർത്ഥമായ ഒരു പിന്തുണ നൽകാൻ ഒരുപക്ഷെ പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജനാധിപത്യ മര്യാദയുടെ പേരിൽ കേന്ദ്രത്തെ എതിർക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു സമ്മേളനം സൗത്ത് ഇന്ത്യയിൽ വിളിച്ചപ്പോൾ ഇവരെല്ലാം ലാസ്റ്റ് മിനിറ്റ് പങ്കെടുത്തതാണ്. മമതാ ബാനർജി ഒഴിച്ചുള്ളവരെല്ലാം പങ്കെടുത്തു. കോൺഗ്രസിൻ്റെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേരള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ അത് സ്റ്റാലിൻ്റെ ലക്ഷ്യം കൂടെ വ്യക്തമായ ഇവരിതിൽ നിന്ന് ഏത് നിമിഷം പിൻവലിച്ചു എന്ന് ചോദിച്ചാൽ മതി.